10ാം ക്ലാസ് ടെക്സ്റ്റ് ബുക്കിലെ 3ാമത്തെ യൂണിറ്റിലെ ഒരു കവിതയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ദി ബാലഡ് ഓഫ് ഫാദർ ഗില്ലിഗൻ. ആദ്യം നമുക്ക് പോയിറ്റിനെ കുറിച്ച് നോക്കാം. പോയം എഴുതിയത് W.B. യേറ്റ്സ് ആണ്, വില്യം ബട്ട്ലർ യേറ്റ്സ് ആണ്. He was born on 1865 and died on 1939. He is an Irish poet and one of the foremost figures of 20th century literature. അതായത് 20ാം നൂറ്റാണ്ടിലെ ഏറ്റവും പ്രമുഖനായ ഒരു കവിയായി കണക്കാക്കപ്പെടുന്ന W.B. യേറ്റ്സ് എഴുതിയ കവിതയാണ് ദി ബാലഡ് ഓഫ് ഫാദർ ഗില്ലിഗൻ. In 1923, he was awarded the Nobel Prize in Literature for his inspired poetry. 1923 ഇദ്ദേഹത്തിന് സാഹിത്യത്തിനുള്ള നൊബേൽ പ്രൈസ് ലഭിച്ചിട്ടുണ്ട്. Yeats is one of the few writers who completed his greatest works after being awarded the Nobel Prize, which include The Tower, published in the year 1928, and The Winding Stair and Other Poems, published in the year 1929. അതായത് വളരെ ചുരുക്കം ചില എഴുത്തുകാർ മാത്രമാണ് അവർക്ക് നൊബേൽ പ്രൈസ് ഒക്കെ കിട്ടിയതിന് ശേഷം അവരുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വർക്ക്സ് പബ്ലിഷ് ചെയ്യുന്നത്. അത്തരം ഒരു വ്യക്തിയാണ് നമ്മുടെ W.B. യേറ്റ്സ്. അദ്ദേഹത്തിന് നൊബേൽ പ്രൈസ് കിട്ടിയതിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള വർക്കുകൾ അദ്ദേഹം പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ ബാലഡ്, എന്താണ് ബാലഡ് എന്ന് വെച്ചാൽ, ബാലഡ് മീൻസ് എ പോയം ഓർ സോങ് നറേറ്റിംഗ് എ സ്റ്റോറി ഇൻ ഷോർട്ട് സ്റ്റാൻസസ്. അതായത് വളരെ കുറച്ച് സ്റ്റാൻസുകളിൽ ഒരു കഥ നറേറ്റ് ചെയ്യുന്ന, ഒരു കഥ ആഖ്യാനം ചെയ്യുന്ന കവിതയോ ഗീതമോ, അതിനാണ് നമ്മൾ ബാലഡ് എന്ന് പറയുന്നത്. അപ്പോൾ ദ ബാലഡ് ഓഫ് ഫാദർ ഗില്ലിഗൻ വാസ് റിട്ടൺ ബൈ വില്യം ബട്ട്ലർ യേറ്റ്സ്. ഓക്കെ, ഇനി നോക്കാം. ഇതിൽ ഒരു പാരിഷ് എന്ന് പറഞ്ഞാൽ ഇടവക. അപ്പോൾ ഒരു പാരിഷിൽ അവിടുത്തെ കുറേ പേർക്ക് ഒരു അസുഖം പിടിപെടുന്നു, ഒരു എപ്പിഡമിക് പിടിപെടുന്നു. ആ എപ്പിഡമിക്കിനെ തുടർന്ന് ഒരുപാട് ആളുകൾ മരണപ്പെടുന്നു. അങ്ങനെ അവിടെ ഒരു സെൽഫ്ലെസ് സർവീസ്, ഒരു നിസ്വാർത്ഥ സേവനം നടത്തിയ ഒരു ഫാദർ എന്ന് പറയുമ്പോൾ പള്ളിയിലെ ഒരു വികാരി, ഒരു പള്ളിയിലൊരു അച്ഛൻ. ആ പള്ളിയിലെ അച്ഛനാണ് നമ്മുടെ ഫാദർ ഗില്ലിഗൻ. അപ്പം ഗില്ലിഗണിനെ കുറിച്ചാണ് ഈ കവിതയിൽ നറേറ്റ് ചെയ്യുന്നത്. അദ്ദേഹം ചെയ്ത എന്തൊക്കെ സെൽഫ്ലെസ് സർവീസ് ആണ് അദ്ദേഹത്തിന്റെ പാരിഷിൽ ചെയ്തതെന്നാണ് ഈ ഒരു കവിതയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നോക്കാം. Go through the following poem, The Ballad of Father Gilligan by W.B. Yeats, about Father Gilligan who rendered selfless service to the poor and the needy in his parish. അതായത് തൻ്റെ പാരിഷ് ഇടവകയിൽ ഒരുപാട് ആളുകൾക്ക് തൻ്റെ സഹായം ആവശ്യമായി വന്നപ്പോൾ അവിടെ അദ്ദേഹം ചെയ്ത നിസ്വാർത്ഥ സേവനത്തെക്കുറിച്ച് പറയുന്ന ഒരു കവിതയാണ് ദി ബാലഡ് ഓഫ് ഫാദർ ഗില്ലിഗൻ. 4 ലൈൻ വരുന്ന സ്റ്റാൻസയാണ്, അതായത് നമ്മൾ ക്വാർട്രെയിൻസ് എന്ന് പറയും. അതായത് ഒരു സ്റ്റാൻസയിൽ 4 ലൈൻസ്, ഇതിനാണ് നമ്മൾ ക്വാർട്രെയിൻസ് എന്ന് പറയുന്നത്. ഇതിന്റെ റൈം സ്കീം എന്ന് പറയുന്നത് ABCB ആണ്. അതായത് സെക്കൻഡ് ലൈൻ റൈംസ് വിത്ത് ഫോർത്ത് ലൈൻ എന്നുള്ളതാണ്. ABCB, സെക്കൻഡ് ലൈൻ റൈംസ് വിത്ത് ഫോർത്ത് ലൈൻ. നോക്കാം, നമുക്ക് ഫസ്റ്റ് സ്റ്റാൻസ് നോക്കാം. The old priest Peter Gilligan was weary night and day, for half his flock were in their beds or under green swords lay. നോക്കാം. ദ ഓൾഡ് പ്രീസ്റ്റ് പീറ്റർ ഗില്ലിഗൻ. അപ്പം നമ്മൾ പറഞ്ഞു ഗില്ലിഗൻ ഫാദർ അല്ലെങ്കിൽ പീറ്റർ ഗില്ലിഗണിനെ കുറിച്ചുള്ള കഥയാണെന്ന് പറഞ്ഞു. ഇപ്പോൾ പ്രീസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ പീറ്റർ ഗില്ലിഗൻ വാസ് വിയറി നൈറ്റ് ആൻഡ് ഡേ. വിയറി മീൻസ് ടയേർഡ്, വളരെ ക്ഷീണിതനാണ്. നൈറ്റ് ആൻഡ് ഡേ കാരണം രാത്രിയെന്നില്ല പകലെന്നില്ല. ഫോർ ഹാഫ് ഹിസ് ഫ്ലോക്ക് വെയർ ഇൻ ദെയർ ബെഡ്സ്. ഹിയർ ബെഡ്സ് ഉദ്ദേശിക്കുന്നത് സിക്ക് ബെഡ്, അതായത് രോഗശയ്യയിലാണ്. ഈ പാരിഷിലുള്ള എല്ലാ ആളുകളും അല്ലെങ്കിൽ ഭൂരിപക്ഷം ആളുകളും രോഗാവസ്ഥയിലാണ്, രോഗശയ്യയിലാണ്. ഇവിടെ ഫ്ലോക്ക് എന്ന് ഉദ്ദേശിക്കുന്ന പാരിഷനേഴ്സിലാണ്. ഓക്കെ, അതായത് നമ്മുടെ പാരിഷിൽ താമസിക്കുന്ന ആളുകളെ, ഇടവകയിൽ താമസിക്കുന്ന ആളുകളെയാണ് ഇവിടെ ഫ്ലോക്ക് എന്ന് ഉദ്ദേശിക്കുന്നത്, പാരിഷനേഴ്സ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഓർ അണ്ടർ ഗ്രീൻ സോർട്സ് ലേ. ഇവിടെ ഗ്രീൻ സോർട്സ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പുൽത്തകിടി. അപ്പൊ കുറെ പേര് അണ്ടർ ഗ്രീൻ സോർട്സ് ലേ മീൻസ് പുൽത്തകിടിക്ക് അടിയിലാണ് എന്ന് വെച്ചാൽ ഒരുപാട് പേര് എന്ത് ചെയ്തു, മരണപ്പെട്ടു. അപ്പോൾ ഒരു എപ്പിഡമിക് പിടിപെട്ട് ഒരുപാട് ആളുകൾ മരണപ്പെട്ടു. അതുകൊണ്ട് നമ്മുടെ പ്രീസ്റ്റ് പീറ്റർ ഗില്ലിഗൻ വളരെ ടയേർഡാണ്. അപ്പൊ അവരെ ശുശ്രൂഷിക്കാനായിട്ട് പോകണം, ഈ മരിക്കുന്നതിന് മുമ്പുള്ള അന്ത്യ കുർബാന നൽകണം. അങ്ങനെ അതുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ ടയേർഡാണ് അല്ലെങ്കിൽ വിയറി ആണെന്ന് പറയുന്നത്. അപ്പോൾ വിയറി എന്ന് വെച്ചാൽ ടയേർഡ്, ഫ്ലോക്ക് പാരിഷനേഴ്സ്. ഇവിടെ ബെഡ് എന്ന് ഉദ്ദേശിക്കുന്നത്
സിക്ക് ബെഡ്, അതായത് രോഗശയ്യയിലാണ് ഒരുപാട് പാരിഷണേഴ്സ് എന്നുള്ളതാണ്. അപ്പോൾ 4 ലൈൻ സ്റ്റാൻസയാണ്. ഫസ്റ്റ് ലൈൻ, സെക്കൻഡ് ലൈൻ, തേർഡ് ലൈൻ, ഫോർത്ത് ലൈൻ. സെക്കൻഡ് ലൈൻ റൈംസ് വിത്ത് ഫോർത്ത് ലൈൻ എന്നുള്ളതാണ്. ദ ഓൾഡ് പ്രീസ്റ്റ് പീറ്റർ ഗില്ലിഗൺ, പ്രീസ്റ്റ് പീറ്റർ അത് അലിട്രേഷൻ എക്സാമ്പിൾ ആണ്. അലിട്രേഷൻ എന്ന് പറയുമ്പോൾ റെപ്പറ്റീഷൻ ഓഫ് കോൺസണന്റ് സൗണ്ട്സ് ആണ് അലിട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പ്രീസ്റ്റ് പീറ്റർ, അപ്പോൾ അവിടുത്തെ പൂപ്പു സൗണ്ട് റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അത് എന്തിന് എക്സാമ്പിൾ എന്ന് പറയാം? അലിട്രേഷൻ എക്സാമ്പിൾ എന്ന് പറയാം. നെക്സ്റ്റ് സ്റ്റാൻസിലേക്ക് വരുമ്പോൾ, once while he nodded in a chair at the mouth hour of the eve, another poor man sent for him and he began to grieve. അതെന്ന് ഉദ്ദേശിക്കുന്നത് once while he nodded in a chair, അദ്ദേഹം ഒരു കസേരയിൽ ഇരുന്ന്, nodded means here ഉറക്കം തൂങ്ങുക, ഇങ്ങനെ ഉറക്കം തൂങ്ങി ഇരിക്കുകയായിരുന്നു. at the mouth hour of the eve, mouth hour എന്ന് വെച്ചാൽ നമ്മുടെ ഈ eve here means evening, സന്ധ്യാസമയങ്ങളിൽ വരുന്ന ഒരു ഈയാൻ പാറ്റ എന്നൊക്കെ പറയാം, നമ്മൾ വിളക്ക് പാറ്റ എന്നൊക്കെ പറയാം, അതാണ് മൗത്ത് അവർ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം ആ വൈകുന്നേരങ്ങളിൽ വരുന്ന ആ ഒരു ഈ പാറ്റകൾ വന്നത്, അതായത് വിളക്ക് പാറ്റകൾ വന്ന സമയം ഇദ്ദേഹം കസേരയിൽ ഇരുന്ന് ഇങ്ങനെ ടയേർഡായിട്ട് വന്നിരുന്ന് ഉറക്കം തൂങ്ങുമായിരുന്നു. Another poor man sent for him and he began to grieve. That means മറ്റൊരാളുടെ അന്ത്യകൂദാശ കൂടാനായിട്ട് അല്ലെങ്കിൽ അത് കൊടുക്കാനായിട്ട് നമ്മുടെ പീറ്ററിനെ വിളിച്ചു. ആൻഡ് ഹി ബിഗാൻ ടു ഗ്രീവ്, അദ്ദേഹം അത് കേട്ടപ്പോൾ തന്നെ വളരെയധികം ദുഃഖത്തിലായി. കാരണം തൻ്റെ പാരിഷിലെ എല്ലാ പാരിഷണേഴ്സും ഇങ്ങനെ ഈ ഒരു എപ്പിഡമിക് പിടിപെട്ട് തളർന്നു വീഴുകയാണ്, മരണപ്പെടുകയാണ്. അപ്പോൾ തനിക്ക് വയ്യ, ആ ഒരു ഗ്രീവ് മീൻസ് ഈ ദുഃഖം, അദ്ദേഹം വളരെയധികം ദുഃഖത്തിലായി എന്നുള്ളതാണ്. നെക്സ്റ്റ് സ്റ്റാൻസ് നോക്കാം. ഐ ഹാവ് നോ റെസ്റ്റ്, നോ ജോയ്, നോ പീസ്, ഫോർ പീപ്പിൾ ഡൈ ആൻഡ് ഡൈ, ആൻഡ് ആഫ്റ്റർ ക്രൈഡ് ഹി, ഗോഡ് ഫോർഗീവ്, മൈ ബോഡി സ്പേക്ക് നോട്ട് ഐ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരാൾ വന്ന് വിളിച്ചു ഇദ്ദേഹത്തിനെ, ഒരാളുടെ അന്ത്യകുർബാന ചെയ്യാനായിട്ട് വിളിച്ചു. അപ്പോൾ അദ്ദേഹം പറയാണ്, ഐ ഹാവ് നോ റെസ്റ്റ്, നോ ജോയ്, നോർ പീസ്. അതായത് എനിക്ക് എന്തില്ല, ഒരു വിശ്രമവുമില്ല, ഒരു സന്തോഷവുമില്ല, ഒരു സമാധാനവുമില്ല. ഫോർ പീപ്പിൾ ഡൈ ആൻഡ് ഡൈ, കാരണം എൻ്റെ പാരിഷിലെ ആളുകൾ ഇങ്ങനെ മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ പ്രീസ്റ്റ് ലമന്റ് ചെയ്യാണ്. ഹി ലമന്റഡ് ഇൻ എ കംപ്ലൈന്റ് വോയിസ് ആണ്. അദ്ദേഹം ഒരു കംപ്ലൈന്റ് വോയിസിൽ ഇങ്ങനെ ലമന്റ് ചെയ്യാണ്. ലമന്റ് മീൻസ് വിലപിക്കുകയാണ്, സഹതപിക്കുകയാണ് അദ്ദേഹം. കാരണം എൻ്റെ പാരിഷിലെ എല്ലാവരും ഇങ്ങനെ മരണപ്പെടുകയാണല്ലോ, അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ അന്ത്യകുർബാന കൊടുക്കാൻ പോയി തളർന്ന് എനിക്ക് വയ്യ, ഒരു സമാധാനവുമില്ല, സന്തോഷവുമില്ല. ആൻഡ് ആഫ്റ്റർ ക്രൈഡ് ഹി, ഗോഡ് ഫോർഗീവ്, മൈ ബോഡി സ്പേക്ക് നോട്ട് ഐ. ദാറ്റ് മീൻസ് അങ്ങനെ പറഞ്ഞതിന് ശേഷം അദ്ദേഹം കംപ്ലൈൻറ്റ് ചെയ്തതിന് ശേഷം, ഒരു ലമന്റിങ് വോയിസിൽ കംപ്ലൈൻറ്റ് ചെയ്തതിന് ശേഷം അദ്ദേഹം പറയാണ്, കരഞ്ഞുകൊണ്ട് പറയാണ്, ഓ ഗോഡ് പ്ലീസ് ഫോർഗീവ് മീ, അയ്യോ ദൈവമേ എന്നോട് ക്ഷമിക്കണേ. മൈ ബോഡി സ്പേക്ക് നോട്ട് ഐ, അതായത് എൻ്റെ ശരീരമാണ് അങ്ങനെ പറഞ്ഞത്, ഞാനല്ല. കാരണം ഇത്രയും തളർന്ന ശരീരമാണ്, അതുകൊണ്ട് എൻ്റെ ശരീരമാണ് അങ്ങനെ പറഞ്ഞു പോയത്, ഞാനല്ല. സ്പേക്ക് ഹിയർ മീൻസ് സ്പോക്ക് എന്നുള്ള മീനിങ് തന്നെയാണ്. അപ്പോൾ അദ്ദേഹം ആ ഒരു സ്റ്റാൻസയിൽ ദ പ്രീസ്റ്റ് ലമന്റഡ് ഇൻ എ കംപ്ലൈന്റ് വോയിസ്, അദ്ദേഹം ഒരു കംപ്ലൈന്റ് വോയിസിൽ ഇങ്ങനെ ഗോഡിനോട് പറഞ്ഞു. പക്ഷെ പെട്ടെന്ന് ഇങ്ങനെ ഉണർന്നിട്ട് അദ്ദേഹം പറയാണ്, അയ്യോ ഞാനല്ല പറഞ്ഞത്, എൻ്റെ ഈ ക്ഷീണിച്ച ശരീരമാണ് പറഞ്ഞതെന്ന് അദ്ദേഹം പെട്ടെന്ന് പറഞ്ഞു. നെക്സ്റ്റ് സ്റ്റാൻസ. ഹി knelt and leaning on the chair, he prayed and fell asleep. And the moth hour went from the fields and stars began to peep. Okay. He knelt mean knelt, മുട്ടുകുത്തിയിരുന്ന്, അദ്ദേഹം മുട്ടുകുത്തിയിരുന്നിട്ട്, ആൻഡ് ലീനിങ് ഓൺ ദി ചെയർ, കസേരയിലേക്ക്, അതായത് താഴെ മുട്ടുകുത്തിയിരുന്ന് കസേരയിലേക്ക് ചാഞ്ഞിരിക്കുകയാണ്. ഹി പ്രേഡ് ആൻഡ് ഫെൽ അസ്ലീപ്, അവിടെ ഇരുന്ന് അദ്ദേഹം പ്രാർത്ഥിച്ച് പതിയെ ക്ഷീണം കാരണം ഉറങ്ങിപ്പോയി. ആൻഡ് ദ മോത്ത് ഹവർ വെന്റ് ഫ്രം ദി ഫീൽഡ്സ്, അതായത് ആ വിളക്കുപാറ്റുകളെല്ലാം പോയി. നമ്മൾ തൊട്ട് മുന്നത്തെ സ്റ്റാൻസേ പറഞ്ഞു, നമ്മൾ ഈവനിങ് ആണ്, മോത്ത് ഹവേഴ്സിൽ ആ വിളക്കുപാറ്റുകൾ വന്നെന്ന് പറഞ്ഞു. ഇപ്പം എന്ത് ചെയ്യാണ്, അതെല്ലാം പോയി, ദാറ്റ് മീൻസ് രാത്രിയായി. ആൻഡ് സ്റ്റാർസ് ബിഗാൻ ടു പീപ്പ്, എത്തി നോക്കാനായിട്ട്, പീപ്പ് ഒളിഞ്ഞു നോക്കാനായിട്ട് ആര് വന്നിരിക്കുകയാണ്, നമ്മുടെ സ്റ്റാർസ്. അവിടെ നിങ്ങൾ മനസ്സിലാക്കിക്കേ, ആ പീപ്പ് എന്നുള്ളത് നമ്മുടെ മനുഷ്യൻ്റെ ഒരു ക്വാളിറ്റിയാണ്, എത്തി നോക്കുക, അല്ലെങ്കിൽ ലുക്ക് സീക്രറ്റ്ലി എന്നുള്ള മീനിങ് ആണ് പീപ്പ്. പക്ഷേ ഇതവിടെ ആർക്ക് കൊടുത്തിരിക്കുകയാണ്, സ്റ്റാർസിന്. അതെന്തിന് എക്സാമ്പിളാണ്, ആ ഹ്യൂമൻ ക്വാളിറ്റി മറ്റു കാര്യങ്ങൾക്ക് കൊടുത്താൽ നമുക്ക് പെർസോണിഫിക്കേഷൻ എന്ന് പറയാം. അപ്പോൾ പീപ്പ് ചെയ്യുക എന്നുള്ളത് മനുഷ്യൻ്റെ ഒരു ക്വാളിറ്റിയാണ്, അതിനെ ആർക്ക് കൊടുത്തിരിക്കുകയാണ്, അവിടെ സ്റ്റാർസിന് കൊടുത്തിരിക്കുകയാണ്. സോ അത് പെർസോണിഫിക്കേഷന് എക്സാമ്പിളാണ്. ഓക്കെ, ഫസ്റ്റ് സ്റ്റാൻസിൽ നമ്മൾ അലിട്രേഷൻ കണ്ടു, റെപ്പറ്റീഷൻ ഓഫ് കോൺസണന്റ് സൗണ്ട്സ് ആണ് പ്രീസ്റ്റ് പീറ്റർ എന്നുള്ളത്. ഇപ്പോഴത്തെ സ്റ്റാൻസിൽ പീപ്പ് കണ്ടു, ദാറ്റ് മീൻസ് ലുക്ക് സീക്രറ്റ്ലി എന്നുള്ളതാണ്. അതവിടെ എന്തിന് എക്സാമ്പിളാണ്, പെർസോണിഫിക്കേഷന് എക്സാമ്പിളാണ്. ഓക്കെ, ദെൻ
They slowly into millions grew, and leaves shook in the wind, and God covered the world with shade, and whispered to mankind. നോക്കിക്കേ, നല്ല ഒരു സ്റ്റാൻസയാണ്. They slowly into million grew. ആ they here means ആരാണ്? സ്റ്റാർസ്. പെട്ടെന്ന് എന്തെങ്കിലും നക്ഷത്രങ്ങൾ മില്യൺ കണക്കിന്, അതായത് രാത്രിയായി ഒരുപാട് നക്ഷത്രങ്ങൾ വന്നു ആകാശത്ത്. ആൻഡ് ലീവ് ഷൂക്ക് ഇൻ ദ വിൻഡ്. ഷേക്കിന്റെ പാസ്റ്റ് ഷൂക്ക്, വിൻഡ് കാറ്റ്. അപ്പൊ കാറ്റിൽ എന്ത് ചെയ്തു? ഇലകൾ ഇങ്ങനെ ആടി. ആൻഡ് ഗോഡ് കവേർഡ് ദ വേൾഡ് വിത്ത് ഷെയ്ഡ്. എന്ത് ചെയ്യാണ്? ദൈവം നമ്മുടെ ലോകത്തെ എന്തുകൊണ്ട് പുതച്ചു? ഇരുട്ട് കൊണ്ട്, അല്ലെങ്കിൽ ഇരുട്ടിന്റെ പുതപ്പ് കൊണ്ട് നമ്മുടെ ദൈവം ലോകത്തെ മൂടി. ആൻഡ് വിസ്പർ ടു മാൻകൈൻഡ്. എന്നിട്ട് മനുഷ്യനോട് ഇങ്ങനെ മന്ത്രിക്കുകയാണ്. മന്ത്രിക്കുന്നത് എങ്ങനെയാണ്? ഇവിടെ നേരത്തെ കാറ്റിന്റെ ശബ്ദത്തോടു കൂടി. ഓക്കെ, ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു സിംബോളിക് റെഫറൻസ് ഉണ്ട് അവിടെ. അതായത് ഒരമ്മ എങ്ങനെയാണോ തൻ്റെ കുട്ടിയെ വളർത്തുന്ന, കുട്ടിയെ താരാട്ട് പാടി ഉറക്കുന്നത്, അതുപോലെയാണ് ഗോഡ് എന്ത് ചെയ്തത്? ആ ഷെയ്ഡ് കൊണ്ട്, നിഴല് കൊണ്ട്, അല്ലെങ്കിൽ ഇരുട്ട് കൊണ്ട് നമ്മുടെ ലോകത്തെ മൂടിയത്. അതായത് ലോകത്തിന് ഇരുട്ട് കൊണ്ടൊരു പുതപ്പായിട്ട് മൂടി എന്നാണ് പറയുന്നത്. എന്നോട് പറയാം. ദി സ്ലോലി ഇൻ ടു മില്യൻസ് ഗ്രൂ ആൻഡ് ലീവ് ഷൂക്ക് ഇൻ ദ വിൻഡ് ആൻഡ് ഗോഡ് കവേർഡ് ദ വേൾഡ് വിത്ത് ഷെയ്ഡ് ആൻഡ് വിസ്പേർഡ് ടു മാൻകൈൻഡ്. അവിടുത്തെ സിംബോളിക് റെഫറൻസ് എന്ന് പറയുന്നത് ദ സിംബോളിക് റെഫറൻസ് ടു ദി ലവ് ആൻഡ് കെയർ ഓഫ് എ മദർ ടു ഹർ ബേബി. അതായത് ഒരു അമ്മയുടെ സ്നേഹം, തൻ്റെ കുട്ടിയോടുള്ള അമ്മയുടെ സ്നേഹമാണ് ആ ഒരു സ്റ്റാൻസയിൽ സൂചിപ്പിക്കുന്നത്. Upon the time of sparrow chirp, when the moths came once more, the old priest Peter Gilligan stood upright on the floor. നോക്കിക്കേ, upon the time of sparrow chirp. സ്പാരോ എന്ന് പറയുമ്പോൾ കുരുവികൾ. അപ്പോൾ chirp സൗണ്ട് ഓഫ് ബേർഡ്സ് ആണ്. അപ്പോൾ എപ്പോഴാണ് നമ്മുടെ പക്ഷികൾ ശബ്ദമുണ്ടാക്കുന്നത്? മോർണിംഗ്, അതിരാവിലെ. അപ്പോൾ രാവിലെ ആയി കഴിഞ്ഞു. വെൻ ദ മോത്ത്സ് കെയിം വൺസ് മോർ. മോർണിംഗ് ടൈമിൽ വീണ്ടും ആര് വന്നു? ആ പക്ഷികൾ, അല്ലെങ്കിൽ പക്ഷികളല്ല, നേരത്തെ പറഞ്ഞ പോലെ മോത്ത് അവറിൽ ഈവനിങ് ടൈമിൽ വന്ന ആ പാറ്റകൾ, ഈയാം പാറ്റകൾ, അല്ലെങ്കിൽ അതിനെ നമുക്ക് വിളക്ക് പാറ്റകൾ എന്ന് പറയാം. അത് രാവിലെയും വന്നു. ദ ഓൾഡ് പ്രീസ്റ്റ് പീറ്റർ ഗില്ലിഗൻ സ്റ്റുഡ് അപ്രൈറ്റ് ഓൺ ദി ഫ്ലോർ. നോക്കിയപ്പോൾ അദ്ദേഹം തറയിൽ എഴുന്നേറ്റിരിക്കുകയാണ്. സ്റ്റാൻഡിന്റെ പാസ്റ്റ് സ്റ്റുഡ്, അദ്ദേഹം തറയിൽ എഴുന്നേറ്റ് നിന്നു. അവിടെ എന്ത് സംഭവിച്ചു? അദ്ദേഹത്തിനെ ഒരാൾ വന്ന് വിളിച്ചതാണ് മറ്റൊരാളുടെ അന്ത്യ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ. പക്ഷെ ഇദ്ദേഹം ടയേർഡായി അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. ദിവസം രാവിലെയാണ് എഴുന്നേൽക്കുന്നത്. Mavron, Mavron, the man has died while I slept in the chair. He roused his house out of its sleep and rode with a little care. Okay. മാവ്രോൺ. മാവ്രോൺ എന്ന് വെച്ചാൽ കഷ്ടം. നമ്മൾ അലാസ് എന്നൊക്കെ പറയത്തില്ലേ, ഒരു ഐറിഷ് വേർഡാണ്. മാവ്രോൺ എന്ന് വെച്ചാൽ കഷ്ടം. അപ്പോൾ അയാൾ പറയാണ്, വളരെ ദുഃഖം, വളരെ വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ്. ദ മാൻ ഹാസ് ഡൈഡ്. ഇന്നലെ ആരുടെയോ അന്ത്യശുശ്രൂഷയിൽ പങ്കെടുക്കാൻ വിളിച്ചാണ്. അദ്ദേഹം ഇപ്പം എന്ത് ചെയ്തു? മരണപ്പെട്ടു. വൈൽ ഐ സ്ലെപ്റ്റ് ഇൻ ദ ചെയർ. ഞാൻ ആ കസേരയിൽ ഇരുന്ന് ഉറങ്ങിയ സമയത്ത് അദ്ദേഹം അവിടെ മരണപ്പെട്ടു. ഹി റൗസ്ഡ് ഹിസ് ഹൗസ് ഔട്ട് ഓഫ് ഇറ്റ്സ് സ്ലീപ്പ്. റൗസ്ഡ് മീൻസ് അവേക്കൺഡ്, ഉണർത്തുക എന്നുള്ള മീനിങ് ആണ്. അപ്പോൾ ഉറങ്ങിക്കൊണ്ടിരുന്ന കുതിരയെ ഉണർത്തി. ആൻഡ് റോഡ് വിത്ത് ലിറ്റിൽ കെയർ. ലിറ്റിൽ കെയർ മീൻസ് നോ കെയർ, അതായത് കെയർലെസ് ആയിട്ട്. ലിറ്റിൽ എന്ന് വെച്ചാൽ നത്തിങ് എന്നുള്ള മീനിങ് ആണ്. അപ്പോൾ നെഗറ്റീവ് മീനിങ് ആണ്. കെയർലെസ് ആയിട്ട്, ഒട്ടും ശ്രദ്ധയില്ലാതെ വളരെ ഫാസ്റ്റ് ആയിട്ട് ആ കുതിരയെ ഓടിച്ചുകൊണ്ട് അദ്ദേഹം പോയി. He rode now as he never rode, by rocky lane and fen. The sick man's wife opened the door. Father, you come again. ആ സ്റ്റാൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കിക്കേ, ഹി റോഡ് നൗ അസ് ഹി നെവർ റോഡ്. അദ്ദേഹം ഇതുവരെ ഓടിച്ചില്ല. അതായത് കുതിരയെ ഒരുപാട് തവണ അദ്ദേഹം കൊണ്ടുപോകാറുണ്ട്, പക്ഷെ ഇത്തവണ വളരെ കെയർലെസ് ആയിട്ട്. ലിറ്റിൽ കെയർ എന്ന് വെച്ചാൽ നോ കെയർ, ദാറ്റ് മീൻസ് കെയർലെസ് ആയിട്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് ഓടിച്ചുകൊണ്ട് പോവാണ്. ഇതുവരെ ഓടിച്ചില്ലാത്ത രീതിയിൽ അദ്ദേഹം പോവാണ്. ബൈ റോക്കി ലെയിൻ ആൻഡ് ഫെൻ. റോക്കി ലെയിൻ എന്ന് വെച്ചാൽ പാറക്കെട്ടുകൾ പിന്നിട്ട്, ഫെൻ എന്ന് വെച്ചാൽ വെറ്റ് ലാൻഡ്, ചതുപ്പ് നിലമാണ്, തെന്നുന്ന സ്ലിപ്പറി ലാൻഡാണ്. അതെല്ലാം പിന്നിട്ട്. ഫെൻ എന്ന് വെച്ചാൽ ചതുപ്പ് നിലം, വെറ്റ് ലാൻഡ്, റോക്കി എന്ന് വെച്ചാൽ പാറക്കെട്ടുകൾ. അപ്പോൾ അതിലൂടെയൊക്കെ വളരെ ശ്രദ്ധയില്ലാതെ കുതിരയെ ഓടിച്ചുകൊണ്ട് പോയി. ദ സിക്ക് മാൻസ് വൈഫ് ഓപ്പൺ ദ ഡോർ. അപ്പോൾ തലേ ദിവസം വന്ന് വിളിച്ച അദ്ദേഹത്തിന്റെ ഭാര്യ വന്ന് കതവ് തുറക്കാണ്. അതായത് ആരുടെ അന്ത്യശുശ്രൂഷയ്ക്കാണോ വന്നത്, അല്ല ആരുടെ അന്ത്യശുശ്രൂഷയ്ക്കാണോ വിളിച്ചത്, അദ്ദേഹത്തിന്റെ ഭാര്യ കതവ് തുറന്നിട്ട് ചോദിക്കുകയാണ്, ഫാദർ യു കം അഗെയിൻ. ഫാദർ, നിങ്ങൾ വീണ്ടും വന്നു. ആൻഡ് ഇസ് ദി പുവർ മാൻ ഡെഡ്, ഹി ക്രൈഡ്. ഹി ഡൈഡ് ആൻ അവർ അഗോ. ദ ഓൾഡ് പ്രീസ്റ്റ് പീറ്റർ ഗില്ലിഗൺ ഇൻ ഗ്രീവ് സ്വെയ്ഡ് ടു ആൻഡ് ഫ്രോ. നോക്കിക്കേ, ആൻഡ് ഇസ് ദ പുവർ മാൻ ഡെഡ്. അപ്പോൾ അദ്ദേഹം ചോദിക്കുകയാണ്, അയ്യോ ആ മനുഷ്യൻ മരിച്ചോ, പാവപ്പെട്ട മനുഷ്യൻ മരിച്ചോ. ഹി ഡൈഡ് ആൻ അവർ അഗോ. അദ്ദേഹം 1 മണിക്കൂർ മുമ്പ് മരണപ്പെട്ടു.
The old priest Peter Gilligan in grief swayed to and fro. Swayed here means moved. അദ്ദേഹം എന്ത് ചെയ്തു? ടു ആൻഡ് ഫ്രോ എന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും. മൂവ്ഡ് ടു ആൻഡ് ഫ്രോ എന്നുള്ള മീനിങ്, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിച്ചു. അദ്ദേഹം അങ്ങേയറ്റം ദുഃഖഭാരത്താൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. When you were gone, he turned and died, as merry as a bird. The old priest Peter Gilligan, he knelt him at that word. നോക്കിക്കേ, when you were gone, he turned and died. അതായത് താങ്കൾ പോയതിനു ശേഷം അദ്ദേഹം ഒന്ന് തിരിഞ്ഞ് മരിച്ചു. ആസ് മേരി ആസ് എ ബേർഡ്, ഒരു പക്ഷിയെ പോലെ, അല്ലെങ്കിൽ ഒരു പക്ഷിയെ പോലെ സന്തോഷത്തോടു കൂടി അദ്ദേഹം മരിച്ചു എന്നാണ് പറയുന്നത്. ഇവിടെ ആസ് മേരി ആസ് എ ബേർഡ് അവിടെ ഒരു സിമിലിയാണ്, അതായത് കമ്പാരിസൺ ഓഫ് ടു തിങ്സ് ആണ്. യൂസിങ് ലൈക്ക് ഓർ അസ്, അതായത് രണ്ട് വസ്തുക്കളെ നമ്മൾ താരതമ്യം ചെയ്യാൻ ലൈക്കോ അസോ ഉപയോഗിച്ചാൽ അതിനെ നമുക്ക് സിമിലി എന്ന് പറയാം. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പോയറ്റിക് ഡിവൈസ് സിമിലിയാണ്. കാരണം ആസ് മേരി ആസ് എ ബേർഡ്, ഒരു പക്ഷിയുടെ സന്തോഷത്തോടു കൂടി മരിച്ചു. The old priest Peter Gilligan, he knelt him at that word. അതായത് ആ ഒരു വാക്ക് കേട്ടപ്പോൾ അദ്ദേഹം അവിടെ മുട്ടുകുത്തിയിരുന്നു, ഞെട്ടിപ്പോയി. കാരണം ഞാൻ അവിടെ വന്നിട്ടില്ലല്ലോ. ഭാര്യ ചോദിച്ചത്, ഫാദർ യു കം അഗെയിൻ, നിങ്ങൾ വീണ്ടും വന്നോ എന്നാണ് ഭാര്യ ചോദിച്ചത്. പക്ഷേ ഇത് കേട്ടതും അദ്ദേഹം എന്ത് ചെയ്തു? അവിടെ മുട്ടുകുത്തിയിരുന്നു. He who had made the night of stars for souls who tire and bleed sent one of these great angels down to help me in my deed. നോക്കിക്കേ, ആ ഒരു സ്റ്റാൻസ 4 ലൈൻ സ്റ്റാൻസ ക്വാർട്ടറൈൻസ് ആണ്. He here means God, ദൈവത്തെ പറയാണ്. Who hath made the night of star, hath here means has, ആരാണോ നക്ഷത്രങ്ങളാൽ അലങ്കൃതമായ രാത്രിയെ സൃഷ്ടിച്ചത്. For souls who tire and bleed, ആത്മാവിന് കഷ്ടപ്പാടും വേദനയും നൽകിയത് ആരാണ്? ദൈവമാണ്. ആരാണോ? Send one of these great angels down, അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ ഒരു മാലാഖയെ ഭൂമിയിലേക്ക് അയച്ചു. To help me in my need, എൻ്റെ ആവശ്യകതയിൽ, അതായത് എനിക്ക് ആവശ്യമായി വന്നപ്പോൾ, എന്നെ സഹായിക്കാനായിട്ട് ദൈവം എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ ഒരു മാലാഖയെ ഭൂമിയിലേക്ക് അയച്ചു. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത്, അന്ത്യ ശുശ്രൂഷയ്ക്ക് വിളിച്ചപ്പോൾ നമ്മുടെ ഫാദർ എന്ത് ചെയ്തില്ല? പോയില്ല. അദ്ദേഹം അവിടെ ഉറങ്ങിപ്പോയി. പക്ഷേ ആ സമയത്ത് അദ്ദേഹത്തിന്റെ ആ ഒരു അവസ്ഥയിൽ അദ്ദേഹത്തെ സഹായിക്കാനായിട്ട് ദൈവം എന്ത് ചെയ്തു? ഒരാളെ, അതായത് ഫാദർ ഗില്ലിഗന്റെ രൂപത്തിൽ ഒരാളെ അവരുടെ അടുത്തേക്ക് അയച്ചു എന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. അവിടെ വൈഫ് എന്താ വിചാരിക്കുന്നത്? ദ വൈഫ് തിങ്സ് ദാറ്റ് he does all the things. ഉദ്ദേശിക്കുന്നത് എന്താണ്? അദ്ദേഹമാണ് എല്ലാം ചെയ്തെന്നുള്ളത്. അദ്ദേഹം ഉദ്ദേശിക്കുന്നത് നമ്മുടെ പീറ്റർ ഗില്ലിഗനാണ് എല്ലാം ചെയ്തെന്നാണ് ഭാര്യ വിചാരിക്കുന്നത്. വൈഫ് തിങ്സ് ദാറ്റ് he does all things. He here means പീറ്റർ ഗില്ലിഗനാണ് എല്ലാം ചെയ്തെന്നാണ് ഭാര്യ വിചാരിക്കുന്നത്. He who is wrapped in purple robes with planets in his care had pity on the least of things asleep upon a chair. നോക്കിക്കേ, he here means God. Who is wrapped in purple robes, അതായത് പർപ്പിൾ നിറമുള്ള വസ്ത്രങ്ങൾ ധരിച്ച് ഇവിടെ ആരെത്തി? റാപ്പിഡ് പൊതിയുക. പർപ്പിൾ നിറമുള്ള നീണ്ട വസ്ത്രം ധരിച്ചാണ് എൻ്റെ രൂപത്തിൽ ദൈവം എത്തിയത്. വിത്ത് പ്ലാനറ്റ്സ് ഇൻ ഹിസ് കെയർ, അതായത് സകലമാന നമ്മളെ പ്ലാനറ്റിനെയും സംരക്ഷിക്കുന്ന. ഹാഡ് പിറ്റി ഓൺ ദ ലീസ്റ്റ് ഓഫ് തിങ്സ്, ഏറ്റവും നിസ്സാരനായ എന്നെ, ഈ മനുഷ്യന്റെ ആ ഒരു നിസ്സാരമായ എന്നെ സൃഷ്ടിച്ച ദൈവം എന്ത് ചെയ്തിരുന്നു? ഹാഡ് പിറ്റി ഓൺ ദ ലീസ്റ്റ് ഓഫ് തിങ്സ് അസ്ലീപ്പ് അപ്പോൺ എ ചെയർ, കസേരയിലിരുന്ന് ഉറങ്ങിയ എന്നോട് കരുണ കാണിച്ചിരിക്കുന്നു. അപ്പോൾ ദൈവമാണ് അവിടെ എന്ത് ചെയ്തത്? തന്നെ സഹായിച്ചതെന്നാണ് നമ്മുടെ പീറ്റർ ഗില്ലിഗൻ വിചാരിക്കുന്നത്. ഇതൊരു ബിബ്ലിക്കൽ റെഫറൻസ് ആണ്. അതായത് പർപ്പിൾ കളറിൽ എപ്പോഴും ആ പർപ്പിൾ കളർ എന്തിനു റെപ്രസെന്റ് ചെയ്യുന്നു? റോയൽറ്റിയെ, അല്ലെങ്കിൽ ഈ റോമൻ കാത്തലിക്സ് ബിഷപ്പിന്റെ ഡ്രസ്സാണ്. ഉന്നത സ്ഥാനത്തിന്റെ അടയാളമാണ് പർപ്പിൾ റോബ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ സഹായിക്കാൻ എത്തിയത് ദൈവമാണ്. അതായത് ആ കസേരയിൽ ഇരുന്ന് ഉറങ്ങിയ ഈ ഒരു നിസ്സാരനായ എന്നോട് കരുണ കാണിച്ചത്, സംരക്ഷിച്ചത്, അല്ലെങ്കിൽ ഒരു ദയ കാണിച്ച് എൻ്റെ രൂപത്തിൽ അവിടെ എത്തിച്ചേർന്നത് ആരാണ്? ദൈവമാണെന്നാണ് പറയുന്നത്.